ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏതൊരു എക്സാമിന്റെയും ടോപ്പ് പ്രയോറിറ്റി ഏരിയകളിൽ ഒന്നായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് അഥവാ നിയമനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങൾ കുറേ ആൾക്കാർ കമന്റ്സിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നിയമനങ്ങൾ ചെയ്തു തരണമെന്ന്. അതുകൊണ്ട് കൂടി തന്നെയാണ് ആ ഒരു പ്രയോറിറ്റിയോട് കൂടി നമ്മൾ നേരത്തെ തീരുമാനിച്ചെന്നെയാണ് അവസാനത്തിൽ എക്സാമിനോ എടുക്കുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട നിയമനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ക്ലാസ്സിനകത്തേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര് ദ സി എ അനലിസ്റ്റ് എന്ന് തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, അതിനകത്ത് കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. നമ്മുടെ നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്തായിരിക്കും ലഭിക്കുന്നത്. അതിൻ്റെ പോൾ എക്സാമും കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്തായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ ആണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് നേരെ എന്ത് ചെയ്യാം, കണ്ടന്റിലോട്ട് പോവാം. അപ്പോയിന്റ്മെന്റ്സ് അഥവാ നിയമനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിലേക്കാണ് നമ്മൾ ആദ്യമേ തന്നെ കടക്കുന്നത്. നോക്കണേടാ, കേരളത്തെ പറ്റി പറയുമ്പോൾ നിലവിൽ കേരളത്തിന്റെ ഗവർണർ ആര് എന്നറിയണം. നിലവിൽ കേരളത്തിന്റെ ഗവർണർ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ അല്ലെ. രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ആണ് നിലവിൽ കേരളത്തിന്റെ ഗവർണർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അറിയേണ്ടത്, കേരളത്തിന്റെ ചരിത്രത്തിലെ എത്രാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യണം, 23ാമത്തെ ഗവർണറാണ്. അപ്പൊ കേരളത്തിന്റെ ചരിത്രത്തിലെ 23ാമത്തെ ഗവർണറാണ് ഈ പറയപ്പെടുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് ഗോവയാണ്. സ്വദേശം എവിടെയാണ്? ഗോവയാണ് സ്വദേശം. ഞാനത് സ്വദേശം പഠിക്കാൻ കാരണം ഇതിനു മുൻപ് ഒരു തവണ കേരള പീസ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിനു മുമ്പത്തെ ഗവർണർ ആയിരുന്ന നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലേ, ആരിഫ് മുഹമ്മദ് ഖാന്റെ സ്വദേശം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വദേശം UP അഥവാ ഉത്തർപ്രദേശ് ആയിരുന്നു. അപ്പൊ ഇവിടെ നിലവിൽ കേരളത്തിന്റെ ഗവർണർ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിന്റെ ചരിത്രത്തിലെ 23ാമത്തെ ഗവർണർ. സ്വദേശം ഗോവയാണ്. സ്വദേശം ഗോവയാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. ഇനി കേരള ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് ഇതിനു മുൻപ് രാജ്ഭവൻ എന്നായിരുന്നു. രാജ്ഭവൻ റീനെയിം ചെയ്തു. കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ മെയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു രാജ്ഭവന്റെ പുതിയ പേരെന്ത്. രാജ്ഭവന്റെ പുതിയ പേര് ലോക് ഭവൻ എന്നാണ്. ലോക് ഭവൻ എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. ലോക് ഭവൻ എന്നാണ് ഇപ്പൊ അറിയപ്പെടുക. അപ്പൊ ദി ന്യൂ നെയിം ഓഫ് രാജ്ഭവൻ. ഗവർണറുടെ വസതിയായിട്ടുള്ള രാജ്ഭവന്റെ പുതിയ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ്, ലോക് ഭവൻ എന്നാണ്. ഇനി നിലവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വരുന്ന മെയ് മാസം 4-ാം തീയതിയാണ് കേരളത്തിലെ പുതിയ അധികാരത്തിലേക്ക് വരിക എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുക. പുതിയ മുഖ്യമന്ത്രി ആരാന്നുള്ളത് നമുക്ക് മെയ് മാസം 4-ാം തീയതി ആയിരിക്കും നമുക്ക് ഏകദേശം എന്ത് ചെയ്യുക, അറിയാനായിട്ട് സാധിക്കും. ആര് ഭരണത്തിൽ വരുമെന്ന് നമുക്കറിയില്ല. അതുവരെ എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളുടെ പരീക്ഷയ്ക്ക് ആര് തന്നെ ആയിരിക്കും, പിണറായി വിജയൻ തന്നെ ആയിരിക്കും. അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം, പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം അത് ധർമ്മടമാണ്. ധർമ്മടം കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നിലവിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്, അത് VD സതീശനാണ്. VD സതീശൻ റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരാണ്. കേട്ടോ. അപ്പൊ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ മണ്ഡലത്തെയാണ് ആര് റെപ്രസെന്റ് ചെയ്യുന്നത്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ എന്ത് ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്യുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ കേരളത്തിന്റെ ഗവർണറെ പറഞ്ഞു, മുഖ്യമന്ത്രിയെ പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ പറ്റി പറഞ്ഞു. അടുത്തതിലോട്ട് വരാം. നിലവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, വളരെ സുപ്രധാനമായിട്ടുള്ള പദവിയാണ്. നിലവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ജസ്റ്റിസ് സൗമൻ സെൻ കേരളത്തിന്റെ ചരിത്രത്തിലെ അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിലെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് എന്ന് ചോദിച്ചാൽ അത് 40ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹത്തിന്റെ സ്വദേശം എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്, അത് വെസ്റ്റ് ബംഗാളാണ്. സ്വദേശം എവിടെയാണ്, വെസ്റ്റ് ബംഗാളാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അപ്പൊ നിലവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. കേരള ഹൈക്കോടതിയുടെ 40ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം. സ്വദേശം വെസ്റ്റ് ബംഗാളാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ കേരള നിയമസഭയുടെ സ്പീക്കർ ആര്? നമുക്കറിയാം, നിലവിൽ കേരള നിയമസഭയുടെ സ്പീക്കർ എന്നറിയപ്പെടുന്ന AN ഷംസീർ ആണ്. ഇനിഷ്യൽ കൃത്യമായിട്ട് പഠിക്കുക, പണി തരും ചിലപ്പോൾ. AM ഷംസീർ എന്നൊക്കെ ചോദിച്ചോളെ, അതുകൊണ്ട് കൃത്യമായി പഠിക്കുക. AN ഷംസീർ ആണ്. ഷംസീർ ഏത് മണ്ഡലത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ തലശ്ശേരിയാണ്. കണ്ണൂർ ജില്ലയിലെ
തലശ്ശേരി മണ്ഡലത്തെയാണ് AN ഷംസീർ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ കേരളത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? നിലവിൽ കേരളത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ചിറ്റയം ഗോപകുമാറാണ്. അപ്പൊ നിലവിൽ കേരളത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാ? അത് ചിറ്റയം ഗോപകുമാർ. ചിറ്റയം ഗോപകുമാർ. അങ്ങനെയെങ്കിൽ പ്രോട്ടേം സ്പീക്കർ 15ാം കേരള നിയമസഭയുടെ 15th കേരള നിയമസഭ 15ാം കേരള നിയമസഭ അല്ലേ 15ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് PTA റഹീമാണ്. PTA കുന്നമംഗലം MLA ആയിട്ടുള്ള PTA റഹീമാണ് പ്രോട്ടേം സ്പീക്കർ എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തിലോട്ട് വരാം നമുക്ക്. അങ്ങനെയെങ്കിൽ 15ാം കേരള നിയമസഭയുടെ PAC അഥവാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. അപ്പൊ 15ാം കേരള നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് സണ്ണി ജോസഫ് ആണ്. ഓർത്തോണേ. അപ്പൊ 15ാം കേരള നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി നിയമിക്കപ്പെടുന്നത് നമ്മുടെ സണ്ണി ജോസഫ്. അങ്ങനെയെങ്കിൽ നിലവിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അല്ലേ, നിലവിൽ കേരളത്തിലെ ചീഫ് സെക്രട്ടറി എന്നറിയപ്പെടുന്നത് AJ തിലകാണ്. AJ തിലക് IAS. കേരളത്തിന്റെ ചരിത്രത്തിലെ 50ാമത്തെ വെരി വെരി ഇമ്പോർട്ടന്റ് കേരളത്തിന്റെ ചരിത്രത്തിലെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. കേരളത്തിന്റെ ചരിത്രത്തിലെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് AJ തിലക് എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി എന്നറിയപ്പെടുന്നത് AJ തിലക് ആണ്. കേരളത്തിന്റെ ചരിത്രത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. അങ്ങനെയെങ്കിൽ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ, നമുക്കറിയാം സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. നിലവിൽ അത് പിണറായി വിജയനാണെന്നേ ഉള്ളൂ. അപ്പോ സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ നിലവിലെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ്. എല്ലായ്പ്പോഴും മുഖ്യമന്ത്രിയാണ്. നിലവിൽ അത് പിണറായി വിജയൻ. അങ്ങനെയെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള, നിലവിൽ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് K ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ കേരളത്തിന്റെ ലോകായുക്ത ആരാണ്? നിലവിൽ കേരളത്തിന്റെ ലോകായുക്ത എന്നറിയപ്പെടുന്നത് N അനിൽകുമാർ. അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് K ഗോപാലകൃഷ്ണക്കുറുപ്പും കേരളത്തിന്റെ നിലവിലെ ലോകായുക്ത ആര് എന്ന് ചോദിച്ചപ്പോൾ അത് N അനിൽകുമാറുമാണെന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്നാണ് ചോദ്യം. ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ കേരളത്തിന്റെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ ആയിരുന്നു. ഷാജഹാൻ മാറുന്നു, പുതിയ ആള് വരുന്നു. ആരാണ്? അത് KG സനൽകുമാർ. ഓപ്ഷൻ നോക്കി ആൻസർ ചെയ്യാം. ഓപ്ഷനില് KG സനൽകുമാർ ഉണ്ട്, ഷാജഹാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരടിക്കുക? KG സനൽകുമാർ അടിക്കുക. എന്നാൽ ഷാജഹാൻ മാത്രമേ ഉള്ളെങ്കിൽ ഷാജഹാൻ അടിക്കുക. അപ്പൊ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ KG സനൽകുമാർ ആണ്. അങ്ങനെയെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആര്? നിലവിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് രത്തൻ U ഖേൽക്കർ ആണ് കേട്ടോ. അപ്പോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് KG സനൽകുമാർ ആണ്. ഇനി ഇതിനു മുൻപ് ആരായിരുന്നു? ഷാജഹാൻ ആയിരുന്നു. ഷാജഹാൻ മാറിയിട്ടാണ് KG സനൽകുമാർ വരുന്നത്. ഇനി ചീഫ് ഇലക്ടറൽ ഓഫീസർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രത്തൻ U ഖേൽക്കർ ആണ്. അങ്ങനെയെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ, ഹ്യൂമൻ റൈറ്റ്സ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് അലക്സാണ്ടർ തോമസ് ആണ്. അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ തോമസും മുഖ്യ വിവരാവകാശം V സ്റ്റാൻഡ് ഫോർ V ഹരി നായർ. കണക്ട് ചെയ്യാം. വിവരാവകാശം V സ്റ്റാൻഡ്സ് ഫോർ V ഹരി നായർ എന്ന കാര്യം എന്ത് ചെയ്യാം, അവിടെ ഓർത്തു വെച്ചേക്കാം. ഓക്കെ അല്ലേ? അപ്പൊ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ KG സനൽകുമാർ, ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ U ഖേൽക്കർ, മനുഷ്യാവകാശമാണെങ്കിൽ അലക്സാണ്ടർ തോമസ്, വിവരാവകാശമാണെങ്കിൽ V ഫോർ V ഹരി നായർ എന്ന് ഓർക്കാം. അങ്ങനെയെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? സതിയാണ്, P സതീദേവി. അപ്പൊ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ഒരു ദേവിയാണെന്ന് പഠിക്കുക, P സതീദേവി. അങ്ങനെയെങ്കിൽ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ, സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അഥവാ വിമൺ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അധ്യക്ഷ അഥവാ ചെയർപേഴ്സൺ എന്നറിയപ്പെടുന്നത് KC റോസക്കുട്ടിയാണ്. സെറ്റാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതിലോട്ട് പോവാം. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ, സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് KV മനോജ് കുമാറാണ്. അപ്പൊ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് KV മനോജ് കുമാറാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ APO എക്സാമിന്റെ ചോദ്യമാണ്. കഴിഞ്ഞ APO എക്സാമിന്റെ PQ ആണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ്
സംസ്ഥാനത്തെ പ്രഥമ വയോജന കമ്മീഷന്റെ ചെയർമാൻ അല്ലേ? വയോജന കമ്മീഷൻ കേരളത്തിൽ ആദ്യമായിട്ട് രൂപീകരിക്കുന്നു. ആ വയോജന കമ്മീഷന്റെ ചെയർമാനായിട്ട് ആരെ നിയമിക്കുകയാണ്? മുൻ MP ആയിരുന്നു, രാജ്യസഭ മുൻ MP ആയിരുന്നുള്ള കൊല്ലം ജില്ലയിൽ നിന്നുള്ള കെ സോമപ്രസാദിനെയാണ്. മുൻ രാജ്യസഭ MP ആയിരുന്നു കേട്ടോ അദ്ദേഹം. അപ്പൊ ആദ്യമായിട്ട് സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ APO എക്സാമിന്റെ ക്വസ്റ്റ്യൻ കെ സോമപ്രസാദ് ആണ്. അങ്ങനെയെങ്കിൽ യുവജന കമ്മീഷന്റെ യൂത്ത് കമ്മീഷൻ അധ്യക്ഷനാര്? M ഷാജറാണ്. അപ്പൊ സംസ്ഥാന യുവജന കമ്മീഷൻ അഥവാ യൂത്ത് കമ്മീഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് M ഷാജറാണ്. M ഷാജർ, കണ്ണൂരിൽ നിന്നുള്ള M ഷാജറാണ്. അങ്ങനെയെങ്കിൽ കേരള PS നമ്മളിപ്പോ ഈ ഇരുന്ന് പഠിക്കാൻ കാരണക്കാരനായിട്ടുള്ള ഇപ്പൊ നമ്മുടെ പരീക്ഷകളൊക്കെ തീരുമാനിക്കുന്ന മനുഷ്യൻ കേരള PSയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് MR ബൈജു ആണ്. അപ്പൊ കേരള PSയുടെ ചെയർമാൻ MR ബൈജു. അപ്പൊ ബാലാവകാശമാണെങ്കിൽ മനോജ് കുമാർ, വയോജനമാണെങ്കിൽ സോമപ്രസാദ്, യുവജനമാണെങ്കിൽ ഷാജർ അണ്ണൻ, കേരള PSയുടെ ചെയർമാൻ ആണെങ്കിൽ ബൈജു അണ്ണൻ, ഈ പറയുന്ന MR ബൈജു ആണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്പോയിന്റ്മെന്റ് ആണ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആര്? കേരളത്തിന്റെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആര് എന്നാണ് ചോദ്യം. കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് റീസെന്റ് അപ്പോയിന്റ് ആണ് VP സാനു ആണ്. VP സാനു ഇടതുപക്ഷക്കാരനാണ്. DYFയുടെ അഖിലേന്ത്യാ നേതാവൊക്കെ ആയിരുന്നു. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് VP സാനു എന്ന് പറയുന്നത്. അപ്പൊ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് VP സാനു. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് വരുന്നു കേരള ഒളിമ്പിക് അസോസിയേഷൻ PQ ആണ് ചോദിച്ചിട്ടുണ്ട്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് V സുനിൽ കുമാർ ആണ് കേട്ടോ. അപ്പൊ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് V സുനിൽ കുമാർ. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഓഫ് കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നറിയപ്പെടുന്നത് H ദിനേശൻ ആണ്. അപ്പൊ കുടുംബശ്രീ H ദിനേശൻ എന്ന് പഠിക്കും. അപ്പൊ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ. സംസ്ഥാന സാക്ഷരതാ മിഷൻ ലിറ്ററസി മിഷന്റെ ഡയറക്ടർ, അപ്പൊ സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അല്ലേ? അപ്പൊ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് AG ഒലീന. അപ്പൊ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീനയാണ്. അങ്ങനെയെങ്കിൽ സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിൽ അഥവാ SCRT. അപ്പോ സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിൽ അഥവാ SCRTയുടെ ഡയറക്ടർ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ഡോക്ടർ ജയപ്രകാശ് RK ആണ്. അപ്പോ സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിൽ അഥവാ SCRT ഡയറക്ടർ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ഡോക്ടർ ജയപ്രകാശ് RK ആണ്. അങ്ങനെയെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി, കേരള സർവകലാശാലയുടെ VC വൈസ് ചാൻസലർ, ഒരുപാട് വിവാദങ്ങളൊക്കെ ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് SFIയുടെ ഒക്കെ ഒരുപാട് സമരമുഖരിതം കൊണ്ട് ലൈം ലൈറ്റിൽ നിന്ന പേരാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ VCയുടെ പേര് അറിയണം നിങ്ങൾ. കേരള യൂണിവേഴ്സിറ്റിയുടെ VC മോഹനൻ കുന്നുമ്മലാണ് കേട്ടോ. അപ്പൊ കേരള യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ VC ആര് എന്ന് ചോദിച്ചപ്പോൾ അത് മോഹനൻ കുന്നുമ്മലാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വച്ചേക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. കേരള ബാങ്ക് കേൾക്കണേടാ. കേരള ബാങ്കിന്റെ നിലവിലെ CEO എന്നറിയപ്പെടുന്നത് ജോർട്ടി എം ചാക്കോയാണ്. അപ്പൊ കേരള ബാങ്കിന്റെ CEO അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ജോർട്ടി എം ചാക്കോ. അങ്ങനെയെങ്കിൽ നിലവിൽ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് P മോഹൻ ആണ് കേട്ടോ. ഇതിനു മുൻപ് ഗോപി കോട്ടമുറിക്കൽ ആയിരുന്നു. 2025 നവംബർ മാസം ഗോപി കോട്ടമുറിക്കൽ ആ സ്ഥാനത്ത് നിന്ന് മാറുന്നു. പുതിയ ആള് വരുന്നു. ആരാണ്? അത് P മോഹൻ ആണ്. അപ്പൊ കേരള ബാങ്കിന്റെ നിലവിലത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് P മോഹൻ ആണ്. അങ്ങനെയെങ്കിൽ കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആര്? കേരള ബാങ്കിന്റെ നിലവിലത്തെ വൈസ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചപ്പോൾ അത് TV രാജേഷ് ആണ്. ഇതിനു മുൻപ് കല്യാശ്ശേരി MLA ആയിരുന്നു കേട്ടോ. TV രാജേഷ് ആണ് കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ്. അപ്പൊ കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് TV രാജേഷ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ കേരള ബാങ്ക് പഠിച്ചു കൃത്യമായിട്ട്. ഇനി വിഴിഞ്ഞത്തിലേക്ക് വരാം. വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി പറയുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലെ CEO ആര്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലെ CEO എന്നറിയപ്പെടുന്നത് ശ്രീകുമാർ K നായരാണ് കേട്ടോ. അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലെ CEO ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ശ്രീകുമാർ K നായറും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലത്തെ MD ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ദിവ്യ S അയ്യരുമാണ്.
അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലെ CEO എന്നറിയപ്പെടുന്നത് ശ്രീകുമാർ കെ നായരും വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലെ MD എന്നറിയപ്പെടുന്നത് ദിവ്യ എസ് അയ്യരുമാണെന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവിലത്തെ ഡയറക്ടർ ആര് എന്നാണ് ചോദ്യം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവിലെ ഡയറക്ടർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സത്യൻ M ആണ്. അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവിലത്തെ ഡയറക്ടർ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ഡോക്ടർ സത്യൻ M ആണ്. അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവിലത്തെ ഡയറക്ടർ ഡോക്ടർ സത്യൻ M ആണ്. ഓക്കെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സത്യൻ M ആണ്. അങ്ങനെയെങ്കിൽ മലയാളം മിഷന്റെ ഡയറക്ടർ ആര്? മുരുകൻ കാട്ടാക്കട അല്ലേ? മനുഷ്യനാകണം എന്ന പാട്ടൊക്കെ പാടിയ നമ്മുടെ മുരുകൻ കാട്ടാക്കടയാണ് മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട അല്ലേ? വളരെ പവർഫുൾ ആയിട്ടുള്ള ഗാനങ്ങളൊക്കെ പാടുന്ന മനുഷ്യനാണ് മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്നത്. അല്ലെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമായിരുന്നു മറ്റേ മനുഷ്യനാകണം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ഭയങ്കര ഗംഭീര പാട്ടായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ പാട്ട് കേൾക്കാൻ. അതാണ് മുരുകൻ കാട്ടാക്കടയാണ്. ആ മുരുകൻ കാട്ടാക്കടയാണ് മലയാളം മിഷന്റെ ഡയറക്ടർ, മലയാളം മിഷന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് K സച്ചിദാനന്ദനാണ്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് K സച്ചിദാനന്ദൻ, K സച്ചിദാനന്ദനാണ്. അങ്ങനെയെങ്കിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ, കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് കേട്ടോ. അപ്പൊ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് മുരളി ചീരോത്താണ്. ഓക്കെ, അപ്പോ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറും കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് മുരളി ചീരോത്തുമാണ്, മുരളി ചീരോത്തുമാണ്. അങ്ങനെയെങ്കിൽ കേരള ഫോക്ലോർ അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് OS ഉണ്ണികൃഷ്ണനാണ്, OS ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഒന്നും കൂടി, കേരള സംഗീത നാടക അക്കാദമി ആണെങ്കിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, കേരള ലളിതകലാ അക്കാദമി ആണെങ്കിൽ അത് മുരളി ചീരോത്ത്, കേരള ഫോക്ലോർ അക്കാദമി ആണെങ്കിൽ അത് OS ഉണ്ണികൃഷ്ണനാണ്, OS ഉണ്ണികൃഷ്ണനാണ്. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തിലോട്ട് പോവാം. അങ്ങനെയെങ്കിൽ നിലവിൽ കേരളത്തിന്റെ DGP ആര്? നിലവിൽ കേരളത്തിന്റെ DGP ആര് എന്ന് ചോദിച്ചപ്പോൾ അത് റവാഡ A ചന്ദ്രശേഖറാണ്. അപ്പൊ നിലവിൽ കേരളത്തിന്റെ DGP ആര്? നിലവിൽ കേരളത്തിന്റെ DGP ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാ? അത് റവാഡ A ചന്ദ്രശേഖർ, റവാഡ A ചന്ദ്രശേഖർ ആണ്. അങ്ങനെയെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാൻ ഇതിനു മുൻപ് ജസ്റ്റിസ് CK അബ്ദുൾ റഹീം ആയിരുന്നു. ആ അബ്ദുൾ റഹീം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മാറുന്നു, 2025 ഓഗസ്റ്റ് മാസം മാറുന്നു. നിലവിൽ ഒരു ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ്, ചെയർമാനാണ് അവിടെ ഉള്ളത്, അത് PV ആശയാണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് PV ആശ ആക്ടിംഗ് ആണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് PV ആശ ആക്ടിംഗ് ആണ്. ഇതിനു മുൻപ് CK അബ്ദുൾ റഹീം ആയിരുന്നു. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് വരുന്നു. കേരള ചലച്ചിത്ര അക്കാദമി അല്ലേ? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ റസൂൽ പൂക്കുട്ടിയാണ്. അങ്ങനെയെങ്കിൽ വൈസ് ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് കുക്കു പരമേശ്വരനാണ്. അപ്പൊ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലത്തെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് റസൂൽ പൂക്കുട്ടിയും അതിന്റെ വൈസ് ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് കുക്കു പരമേശ്വരനുമാണ്. അപ്പോൾ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ റസൂൽ പൂക്കുട്ടി, വൈസ് ചെയർമാൻ കുക്കു പരമേശ്വരനാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെക്കുക. സെറ്റാണ്. അപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് പോയിന്റും നിയമനങ്ങളും പ്രധാനപ്പെട്ടതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതിലോട്ട് നമ്മൾ പോവാണ്, ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രപതി നമ്മൾ പഠിക്കണം അല്ലേ? നിലവിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചപ്പോഴത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് നമ്മുടെ പ്രിയപ്പെട്ട ദ്രൗപദി മുർമു ആണ്. നിലവിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു ആണ്. എന്നാൽ ഉപരാഷ്ട്രപതി ഇപ്പൊ റീസെന്റ് നിയമിക്കപ്പെട്ടതാണ്. ആരാണ്? CP രാധാകൃഷ്ണൻ. അപ്പൊ നിലവിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് CP രാധാകൃഷ്ണൻ. അതുപോലെ പ്രധാനമന്ത്രി ആര്? നമ്മൾ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ എന്ന ടോപ്പിക് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക? പോയി കാണുക. വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ 2025 കൃത്യമായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊളിറ്റി എന്ന് പറയുന്ന മേഖലയ്ക്കകത്ത്
ആ ഒരു പ്ലേലിസ്റ്റിൽ പൊളിറ്റിക്കകത്ത് നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. അങ്ങനെയെങ്കിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീമാൻ നരേന്ദ്രമോദി. നരേന്ദ്രമോദി ജനവിധി നേടിയ മണ്ഡലം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് വാരണാസി മണ്ഡലമാണ്. വാരണാസി മണ്ഡലം. വാരണാസി മണ്ഡലത്തെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ലോക്സഭയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ നരേന്ദ്രമോദിക്കെതിരെ വാരണാസി മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ഇന്ത്യ മുന്നണിയുടെ നേതാവ് ഉണ്ടായിരുന്നു. ഇന്ത്യ മുന്നണി കാൻഡിഡേറ്റിന്റെ പേര് അജയ് റായ് എന്നാണ്. അജയ് റായ്. ഓക്കെ, അതായത് വാരണാസി മണ്ഡലത്തിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ച ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് അജയ് റായ് ആണെന്ന് കാര്യം ഓർക്കുക. ഞാൻ അത് പറയാൻ കാരണം, അന്ന് ജൂൺ മാസം 4-ാം തീയതി ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ ഞാനൊരു 10 മണിയായപ്പോൾ ഞാൻ റിപ്പോർട്ടർ ചാനൽ വെക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, നരേന്ദ്രമോദി വാരണാസി മണ്ഡലത്തിൽ 6000 വോട്ടുകൾക്ക് പിന്നിൽ എന്നാണ്. 10 കൊല്ലം ഇന്ത്യ ഭരിച്ചൊരു പ്രധാനമന്ത്രി 6000 വോട്ടുകൾക്ക് പിന്നിലാവുന്ന ഒരു സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാവുന്നു. അപ്പോഴാണ് ഞാൻ പോലും നോക്കിയത്, ആരടാ നരേന്ദ്രമോദിയെ പിന്നിലാക്കാൻ പോകുന്ന വമ്പൻ ആര്? ഞാൻ നോക്കിയപ്പോൾ ഒരു ബിഗ് നെയിം ഒന്നുമില്ല, ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ്. ഒരു നിമിഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒരു വോട്ടിന് പിന്നിലാക്കിയെങ്കിൽ ആ നിമിഷം അദ്ദേഹം ഹീറോയാണ്. ഇന്ത്യ ഒട്ടുക്ക് ആ പേര് ചർച്ച ചെയ്തു. ആ പേരത്രേ അജയ് റായ്. ഓക്കെ, ഓർത്തു വെക്കുക. വലിയ തരംഗം ഉണ്ടാക്കിയ ആ സമയത്ത്. അപ്പൊ 3 പേരെ നിങ്ങൾക്ക് അവിടെ കാണാം. ദ്രൗപദി മുർമുവിനെയും CP രാധാകൃഷ്ണനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങൾക്ക് അവിടെ കാണാം. അങ്ങനെയെങ്കിൽ നിലവിൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആര് എന്നാണ് ചോദ്യം. നിലവിൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് രാഹുൽ ഗാന്ധിയാണ് കേട്ടോ. അപ്പൊ നിലവിൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് എന്നറിയപ്പെടുന്നത് അത് മല്ലികാർജുൻ ഖർഗെയാണ്. അപ്പൊ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെയുമാണ്. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം വരുന്നു, നിലവിൽ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആര്? നിലവിൽ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ഉത്പൽ കുമാർ സിംഗ്. ഉത്പൽ കുമാർ സിംഗ് കേട്ടോ, ഉത്പൽ കുമാർ സിംഗ്. അപ്പൊ നിലവിൽ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ എന്നറിയപ്പെടുന്നത് അത് ഉത്പൽ കുമാർ സിംഗ് ആണ്. അങ്ങനെയെങ്കിൽ നിലവിൽ രാജ്യസഭയുടെ ചെയർമാൻ ആര്? നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യസഭയുടെ ചെയർമാൻ ഇപ്പോഴും ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും അല്ലെ? അപ്പൊ രാജ്യസഭയുടെ ചെയർമാൻ ഇപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും. നിലവിൽ ആരാണ്? നിലവിലത് CP രാധാകൃഷ്ണൻ. അങ്ങനെയെങ്കിൽ നിലവിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആര്? നിലവിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഇത് 3-ാം തവണ ഇപ്പൊ അടുത്തിടെ തെരഞ്ഞെടുക്കപ്പെടുന്നു. 3-ാം തവണ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 2 ആഴ്ച മുന്നെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അത് ഹരിവംശ് നാരായൺ സിംഗ്. അപ്പൊ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആര്? എന്ന് ചോദിച്ചപ്പോൾ ആരാ? അത് ഹരിവംശ് നാരായൺ സിംഗ് ആണ്. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു, നിലവിൽ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആര്? എന്ന് ചോദിച്ചപ്പോൾ അത് PC മോദി അഥവാ പ്രമോദ് ചന്ദ്ര മോദിയാണ്. അപ്പൊ നിലവിൽ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് PC മോദി അഥവാ പ്രമോദ് ചന്ദ്ര മോദി. ഈ PC മോദിയാണ് ഇത്തവണത്തെ വൈസ് പ്രസിഡന്റ് ഇലക്ഷന്റെ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായിരുന്നു ഈ പറഞ്ഞ PC മോദി. അടുത്തതിലോട്ട് പോകുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥിരം ചോദ്യമാണ്, ഓർത്തു വെച്ചേക്കുക. നിലവിലുള്ളത് സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ 53-ാമത്തെ ചീഫ് ജസ്റ്റിസ്. അപ്പൊ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ 53-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അദ്ദേഹത്തിന്റെ സ്വദേശം ഹരിയാനയാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ 53-ാമത്തെ ചീഫ് ജസ്റ്റിസ്, 53rd ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയെന്ന് വെച്ചപ്പോൾ അവിടെയാണത് ഹരിയാനയാണ്. അങ്ങനെയെങ്കിൽ ഇതിനു മുൻപ് 52ാമത് സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് BR ഗവായ് അഥവാ ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്നാണ് പേര്. അപ്പൊ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് BR ഗവായ് അഥവാ ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്നാണ് പേര്. BR ഗവായ് അഥവാ ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്നാണ് പേര്. സ്വദേശം മഹാരാഷ്ട്രയാണ്. അപ്പൊ സൂര്യകാന്തിന്റെ സ്വദേശം ഹരിയാന, BR ഗവായുടെ സ്വദേശം മഹാരാഷ്ട്ര. BR ഗവായുടെ ഫുൾ ഫോം അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നിലവിൽ ലോക്പാൽ, ദ ലോക്പാൽ ഓഫ് ഇന്ത്യ. നിലവിൽ ഇന്ത്യയുടെ ലോക്പാൽ ആര്? നിലവിൽ ഇന്ത്യയുടെ ലോക്പാൽ എന്നറിയപ്പെടുന്നത്
അജയ് മണിക്കറാവു ഖാൻവിൽക്കർ. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ ലോക്പാൽ ആര്? ലോക്പാൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അജയ് മണിക്കറാവു ഖാൻവിൽക്കർ. അജയ് മണിക്കറാവു ഖാൻവിൽക്കർ. അങ്ങനെയെങ്കിൽ നിലവിൽ ലോക്സഭയുടെ സ്പീക്കർ ആരാണ്? നിലവിൽ ലോക്സഭയുടെ സ്പീക്കർ എന്നറിയപ്പെടുന്നത് ഓം ബിർളയാണ് കേട്ടോ. അപ്പൊ നിലവിൽ ലോക്സഭയുടെ സ്പീക്കർ ആര് എന്ന് ചോദിച്ച പറഞ്ഞമാരാ? അത് ഓം ബിർള. അങ്ങനെയെങ്കിൽ പ്രോട്ടേം സ്പീക്കർ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ലോക്സഭ, നിലവിൽ ലോക്സഭയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ 18ാം ലോക്സഭയുടെ പ്രോട്ടേം സ്പീക്കർ എന്നറിയപ്പെടുന്ന ഭർതൃഹരി മഹതാബ്. അപ്പൊ 18ാം ലോക്സഭയുടെ പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു എന്ന് ചോദിച്ച പറഞ്ഞമാരാണ്? അത് ഭർതൃഹരി മഹതാബാണ്. ഭർതൃഹരി മഹതാബാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെച്ചേക്കുക. അടുത്തിലോട്ട് പോകുന്നു. ദ ക്യാബിനറ്റ് സെക്രട്ടറി. നിലവിൽ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആര്? നിലവിൽ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി എന്നറിയപ്പെടുന്നത് ടി വി സോമനാഥനാണ്. ടി വി സോമനാഥൻ. അങ്ങനെയെങ്കിൽ ആഭ്യന്തര സെക്രട്ടറി എന്നറിയപ്പെടുന്നത്, ആഭ്യന്തര സെക്രട്ടറി അഥവാ ഹോം സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഗോവിന്ദ് മോഹനാണ്. ഗോവിന്ദ് മോഹൻ. ഈ ഗോവിന്ദ് മോഹനെ പറ്റി പറയുമ്പോൾ നമ്മുടെ അഹമ്മദാബാദിൽ വിമാന ദുരന്തം ഉണ്ടായില്ലടാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വിമാന ദുരന്തം ഉണ്ടായില്ലേ? ആ അഹമ്മദാബാദ് വിമാന ദുരന്തം പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു 12 അംഗ കമ്മിറ്റി വയ്ക്കുന്നുണ്ട്. ആ 12 അംഗ കമ്മിറ്റിയുടെ തലവന്റെ പേരാണ് ഗോവിന്ദ് മോഹൻ കമ്മിറ്റി. അപ്പൊ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ്, അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ്. അപ്പൊ അഹമ്മദാബാദ് വിമാന ദുരന്തം പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു 12 അംഗ കമ്മിറ്റി വെക്കുന്നുണ്ട്. ആ 12 അംഗ കമ്മിറ്റിയുടെ തലവന്റെ പേരാണെന്ത്? ഈ പറയുന്ന ഗോവിന്ദ് മോഹൻ എന്ന് പറയുന്നത്. അപ്പോൾ ആഭ്യന്തര സെക്രട്ടറി എന്നറിയപ്പെടുന്നത് ഗോവിന്ദ് മോഹനും. അങ്ങനെയെങ്കിൽ ഡിഫൻസ് സെക്രട്ടറി അഥവാ പ്രതിരോധ സെക്രട്ടറി ആര്? ഡിഫൻസ് സെക്രട്ടറി അഥവാ പ്രതിരോധ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചപ്പോഴാണ്? അത് രാജേഷ് കുമാർ സിംഗുമാണ്. അപ്പോ നിലവിൽ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി അഥവാ ഡിഫൻസ് സെക്രട്ടറി ആര് എന്ന് ചോദിച്ചപ്പോൾ അത് രാജേഷ് കുമാർ സിംഗ് ആണ്. രാജേഷ് കുമാർ സിംഗ് ആണ്. അങ്ങനെയെങ്കിൽ നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി, ദ ഫോറിൻ അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അഥവാ ഫോറിൻ അഫയേഴ്സ് സെക്രട്ടറി എന്നറിയപ്പെടുന്നത് വിക്രം മിശ്രയാണ് കേട്ടോ. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അഥവാ ഫോറിൻ അഫയേഴ്സ് സെക്രട്ടറി ആര് എന്ന് ചോദിച്ചപ്പോൾ അത് വിക്രം മിശ്രി. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു, 23ാമത് നിയമ കമ്മീഷൻ, 23rd ലോ കമ്മീഷൻ, 23ാമത് നിയമ കമ്മീഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ദിനേശ് മഹേശ്വരിയാണ്. അപ്പൊ 23ാമത് നിയമ കമ്മീഷന്റെ ചെയർമാൻ, 23rd ലോ കമ്മീഷൻ, 23ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ദിനേശ് മഹേശ്വരിയാണ്. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു, നിലവിൽ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആര്? നിലവിൽ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആര് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് വി അനന്ത നാഗേശ്വരനാണ്. വി അനന്ത നാഗേശ്വരൻ. അപ്പോ ദ ചീഫ് എക്കണോമിക് അഡ്വൈസർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അഥവാ എക്കണോമിക് അഡ്വൈസർ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് വി അനന്ത നാഗേശ്വരൻ. വി അനന്ത നാഗേശ്വരനാണ്. വി അനന്ത നാഗേശ്വരനാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വച്ചേക്കുക. അടുത്തതിലോട്ട് പോവാം നമുക്ക്. ഡൻ. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ഇന്ത്യ ടു UN. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആര് എന്ന് ചോദിച്ചപ്പോൾ അത് പി ഹരീഷ് അഥവാ പർവതനേനി ഹരീഷ് എന്നാണ് പേര്. ദ പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ഇന്ത്യ ടു UN. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് പി ഹരീഷ് അഥവാ പർവതനേനി ഹരീഷ്. പി ഹരീഷ് അഥവാ പർവതനേനി ഹരീഷ് എന്നാണ് പേര്. അങ്ങനെയെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനീവ ഘടകത്തിന്റെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി എന്നറിയപ്പെടുന്ന അരിന്ദം ബാങ്ചി. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ എന്താ പറയാ, ജനീവ ഘടകത്തിന്റെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി എന്നറിയപ്പെടുന്നത് അരിന്ദം ബാങ്ചിയും. അപ്പൊ സാധാരണതയിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി എന്ന് ചോദിച്ചാൽ അത് പർവതനേനി ഹരീഷും. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ജനീവ ഘടകത്തിലെ സ്ഥിരം പ്രതിനിധി എന്ന് ചോദിച്ചത് അരിന്ദം ബാങ്ചിയുമാണ്. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് വരുന്നു, നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ മാധവ് കൗശിക് ആണ് കേട്ടോ. അപ്പോൾ നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ഡോക്ടർ മാധവ് കൗശിക് ആണ്. ഡോക്ടർ മാധവ് കൗശിക് ആണ്. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്ന. അടുത്തിലോട്ട് പോവാം.
അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസറെയാണ് നമ്മൾ അറ്റോർണി ജനറൽ എന്ന് വിളിക്കുക. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്നറിയപ്പെടുന്നത് ആർ വെങ്കട്ടരമണിയാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആര് എന്ന് വെച്ചപ്പോൾ അത് ആർ വെങ്കട്ടരമണി. അങ്ങനെയെങ്കിൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു തുഷാർ മേത്ത. അപ്പൊ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആർ വെങ്കട്ടരമണിയും സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് തുഷാർ മേത്തയുമാണ്. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് വരുന്നു കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ CAG, നിലവിൽ ഇന്ത്യയുടെ CAG അഥവാ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് K സഞ്ജയ് മൂർത്തിയാണ് കേട്ടോ. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ CAG, നിലവിൽ ഇന്ത്യയുടെ CAG അഥവാ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് K സഞ്ജയ് മൂർത്തിയും. അങ്ങനെയെങ്കിൽ നിലവിൽ RBIയുടെ ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നിലവിൽ RBIയുടെ ഗവർണർ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് സഞ്ജയ് മൽഹോത്രയുമാണ്. അപ്പൊ നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നിലവിൽ RBIയുടെ ഗവർണർ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് സഞ്ജയ് മൽഹോത്ര, റിസർവ് ബാങ്കിന്റെ 26ാമത്തെ ഗവർണർ. അങ്ങനെയെങ്കിൽ പോയിന്റ് വരുന്നത് റിസർവ് ബാങ്കിന്റെ 25ാമത്തെ ഗവർണർ ആര്? RBIയുടെ 25ാമത്തെ ഗവർണർ എന്നറിയപ്പെടുന്നത് ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ് കേട്ടോ. അപ്പോൾ റിസർവ് ബാങ്കിന്റെ 26ാമത്തെ ഗവർണർ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് സഞ്ജയ് മൽഹോത്രയും, റിസർവ് ബാങ്കിന്റെ 25ാമത്തെ ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ അത് ശക്തികാന്ത ദാസുമാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വച്ചേക്കുക. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ജ്ഞാനേഷ് കുമാറാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അത് ജ്ഞാനേഷ് കുമാറാണ്. അങ്ങനെയെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് വി രാമസുബ്രഹ്മണ്യനാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അഥവാ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് വി രാമസുബ്രഹ്മണ്യനാണ്. ഇദ്ദേഹമാണ് വി രാമസുബ്രഹ്മണ്യൻ കേട്ടോ. അങ്ങനെയെങ്കിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഹീരാലാൽ സാമരിയ ആയിരുന്നു. ഹീരാലാൽ സാമരിയ മാറുന്നുണ്ട്. അപ്പൊ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സാമരിയ ആയിരുന്നു. എന്നാൽ ഹീരാലാൽ സാമരിയ ആ സ്ഥാനത്ത് മാറി പുതിയ ആൾ വരുന്നു. ആരാണ് നിലവിൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? അപ്പൊ നിലവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ അറിയപ്പെടുന്നത് രാജ്കുമാർ ഗോയൽ ആണ്. രാജ്കുമാർ ഗോയൽ ആണ്. അപ്പൊ ഹീരാലാൽ സാമരിയ മാറിയിട്ടാണ് ആര് വരുന്നത്? രാജ്കുമാർ ഗോയൽ വരുന്നത്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ അറിയപ്പെടുന്നത് രാജ്കുമാർ ഗോയൽ ആണ്. ഹീരാലാൽ സാമരിയ മാറിയിട്ടാണ് രാജ്കുമാർ ഗോയൽ വരുന്നത്. അങ്ങനെയെങ്കിൽ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആര്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നറിയപ്പെടുന്നത് വിജയ കിഷോർ രഹത്കർ ആണ്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ, നാഷണൽ വിമൻസ് കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് വിജയ കിഷോർ രഹത്കർ. അതുപോലെ മുഖ്യ ബാലാവകാശ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നറിയപ്പെടുന്ന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്ന കമ്മീഷണർ എന്നറിയപ്പെടുന്നത് തൃപ്തി ഗുർഹ ആയിരുന്നു. അത് മാറി നിലവിൽ വലേറ്റി പ്രേംചന്ദ്. അപ്പോ നിലവിൽ മുഖ്യ ബാലാവകാശ കമ്മീഷണർ, നാഷണൽ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് വലേറ്റി പ്രേംചന്ദ് ആണ്. വലേറ്റി പ്രേംചന്ദ് ആണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അങ്ങനെയെങ്കിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഇക്ബാൽ സിംഗ് ലാൽപുര അല്ലേ? അപ്പൊ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. അങ്ങനെയെങ്കിൽ ദേശീയ പിന്നാക്കുബ കമ്മീഷൻ അഥവാ OBC കമ്മീഷൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആയിരുന്നു. ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആ സ്ഥാനത്ത് മാറി പുതിയ ആൾ വരുന്നു, സാത്വി നിരഞ്ജൻ ജ്യോതി. ഒരു വനിതയാണ്, മുൻ MB ഒക്കെ ആയിരുന്നു സാത്വി നിരഞ്ജൻ ജ്യോതി. അപ്പൊ ദേശീയ
പിന്നാക്ക് വിഭാഗ കമ്മീഷൻ അഥവാ OBC കമ്മീഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് നിലവിൽ സാത്വി നിരഞ്ജൻ ജ്യോതി. മാർച്ച് മാസമാണ് മാറുന്നത്. സാത്വി നിരഞ്ജൻ ജ്യോതിയും നേരത്തെ ഉണ്ടായിരുന്ന ഹൻസ്രാജ് ഗംഗാറാം അഹിർ മാറിയിട്ടാണ് സാത്വി നിരഞ്ജൻ ജ്യോതി വരുന്നത്. ഓപ്ഷൻ നോക്കി ആൻസർ ചെയ്യുക. ഓപ്ഷനിൽ സാത്വി നിരഞ്ജൻ ജ്യോതി ഉണ്ടെങ്കിൽ അതടിക്കുക, അതില്ല ഹൻസ്രാജ് ഉള്ളെങ്കിൽ അതടിക്കുക. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷൻ അഥവാ SC കമ്മീഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് കിഷോർ മക്വാന. അപ്പൊ ദേശീയ പട്ടികജാതി കമ്മീഷൻ അഥവാ SC കമ്മീഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് കിഷോർ മക്വാനയും പട്ടികവർഗം അഥവാ ST കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്നത് അന്തർ സിംഗ് ആര്യയുമാണ്. അപ്പൊ ദേശീയ പട്ടികവർഗം അഥവാ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്നത് അന്തർ സിംഗ് ആര്യയാണ്. അങ്ങനെയെങ്കിൽ പോയിന്റ് വരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ദ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അത് അജിത് കുമാർ ദോവലാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാര് എന്ന് ചോദിച്ചപ്പോൾ അത് അജിത് കുമാർ ദോവലും. അങ്ങനെയെങ്കിൽ നിലവിൽ ഇന്ത്യയുടെ സംയുക്ത സൈനിക തലവൻ അഥവാ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അപ്പോൾ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അഥവാ സംയുക്ത സൈനിക തലവൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് അനിൽ ചൗഹാനാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ CDS അഥവാ സംയുക്ത സൈനിക തലവൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് അനിൽ ചൗഹാനാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ കരസേനാ മേധാവി, ദ ആർമി ചീഫ് ഓഫ് ഇന്ത്യ. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ കരസേനാ മേധാവി എന്നറിയപ്പെടുന്നത് അത് ഉപേന്ദ്ര ദ്വിവേദിയാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ കരസേനാ മേധാവി എന്നറിയപ്പെടുന്നത് ഉപേന്ദ്ര ദ്വിവേദിയും. അങ്ങനെയെങ്കിൽ നിലവിൽ ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി എന്നറിയപ്പെടുന്നത് അമർപ്രീത് സിംഗുമാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ കരസേനാ മേധാവി ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ഉപേന്ദ്ര ദ്വിവേദിയും. നിലവിൽ ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി എന്നറിയപ്പെടുന്നത് അത് അമർപ്രീത് സിംഗുമാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ ഇന്ത്യയുടെ നാവികസേനാ മേധാവി ആര്? ദ നേവി ചീഫ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദിനേശ് കെ ത്രിപാഠിയാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ നാവികസേനാ മേധാവി അഥവാ നേവി ചീഫ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദിനേശ് കെ ത്രിപാഠിയാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വച്ചേക്കുക. അടുത്തിലോട്ട് പോവാം. ദ CVC അഥവാ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. നിലവിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അപ്പൊ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അങ്ങനെയെങ്കിൽ നിലവിൽ CBI ഡയറക്ടർ ആര്? നിലവിൽ CBIയുടെ ഡയറക്ടർ ആരെന്ന് വെച്ചപ്പോൾ ആരാണ്? അത് പ്രവീൺ സൂദാണ്. നിലവിൽ CBI ഡയറക്ടർ പ്രവീൺ സൂദും CVC അഥവാ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അഥവാ CVC എന്ന ചുരുക്കപ്പേര് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അപ്പൊ രണ്ടും പ്രവീണാണേ. ഒന്ന് പ്രവീൺ സൂദാണ്, ഓക്കെ, പ്രവീൺ സൂദ്, മറ്റത് പ്രവീൺ കുമാർ ശ്രീവാസ്തവയും. അങ്ങനെയെങ്കിൽ IB ഡയറക്ടർ, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ആര്? ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് തപൻ കുമാർ ദേഖയാണ്. അപ്പൊ നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോ അഥവാ IBയുടെ ഡയറക്ടർ ആരെന്ന് വെച്ചപ്പോൾ ആരാണ്? അത് തപൻ കുമാർ ദേഖ. അങ്ങനെയെങ്കിൽ NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നറിയപ്പെടുന്ന NIAയുടെ ഡയറക്ടർ ജനറൽ എന്നറിയപ്പെടുന്നത് റീസെന്റ് മാറി രാകേഷ് അഗർവാൾ ആണ്. അപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നറിയപ്പെടുന്ന NIAയുടെ നിലവിലത്തെ ഡയറക്ടർ ജനറൽ എന്നറിയപ്പെടുന്നത് രാകേഷ് അഗർവാൾ ആണ്. അടുത്ത പോയിന്റ് വരുന്നു. ദേശീയ ഹരിത ട്രിബ്യൂണൽ അഥവാ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അല്ലേ? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അഥവാ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ്. അപ്പൊ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അഥവാ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. അങ്ങനെയെങ്കിൽ പോയിന്റ് വരുന്നു. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നേരത്തെ ഹരിത ട്രിബ്യൂണലാണ്, ഇത് പറയുന്നത് കേന്ദ്ര സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാൻ രഞ്ജിത്ത് വസന്തറാവു മോർ ആണ്. അപ്പൊ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാൻ രഞ്ജിത്ത് വസന്തറാവു മോർ. അപ്പൊ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണെങ്കിൽ രഞ്ജിത്ത്, ഗ്രീൻ ട്രിബ്യൂണലാണെങ്കിൽ പ്രകാശ് ശ്രീവാസ്തവ. ഓർക്കണേ, UPSC ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ അജയ് കുമാർ ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന UPSCയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ഡോക്ടർ അജയ് കുമാറും. അങ്ങനെയെങ്കിൽ UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന UGCയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിനീത് ജോഷിയുമാണ്.
അപ്പൊ UGCയുടെ നിലവിലെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിനീത് ജോഷി. അങ്ങനെയെങ്കിൽ CBSEയുടെ ചെയർമാൻ ആര്? നിലവിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് അല്ലെങ്കിൽ CBSE, CBSE അല്ല, മറ്റേ ഞാൻ CBI പറഞ്ഞത്, CBSE അല്ലേ, CBSEയുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSEയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് രാഹുൽ സിംഗ് ആണ്. അപ്പൊ CBSEയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്ന രാഹുൽ സിംഗും UGCയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്ന വിനീത് ജോഷിയും UPSCയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ അജയ് കുമാറുമാണ് എന്ന കാര്യം അവിടെ ഓർക്കുക. അടുത്ത പോയിന്റ് നീതി ആയോഗിലേക്ക് വരാം. നീതി ആയോഗിന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. നിലവിൽ നരേന്ദ്രമോദിയാണ്. അങ്ങനെയെങ്കിൽ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ എന്നറിയപ്പെടുന്നത് സുമൻ ബെരിയാണ് കേട്ടോ. സുമൻ കെ ബെരി എന്നറിയപ്പെടുന്ന സുമൻ ബെരിയാണ് നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ എന്നറിയപ്പെടുന്നത് സുമൻ ബെരി. അങ്ങനെയെങ്കിൽ നീതി ആയോഗിന്റെ CEO റീസെന്റ് മാറിയതാണ്. നീതി ആയോഗിന്റെ CEO ആയിരുന്ന BVR സുബ്രഹ്മണ്യം മാറുന്നു, പുതിയ ആള് വരുന്നു, നിധി ചിബ്ബർ. അപ്പൊ നീതി ആയോഗിന്റെ നിലവിലെ CEO ആര്? നീതി ആയോഗിന്റെ നിലവിലെ CEO ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് നിധി ചിബ്ബർ. ഇതിനു മുൻപ് BVR സുബ്രഹ്മണ്യം ആയിരുന്നു. BVR സുബ്രഹ്മണ്യം മാറിയിട്ടാണ് നിധി ചിബ്ബർ വരുന്നത്. അങ്ങനെയെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ നിലവിലുള്ളത് 16ാമത് ധനകാര്യ കമ്മീഷനാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. അങ്ങനെയെങ്കിൽ 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്നത് NK സിംഗ് എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന നന്ദകിഷോർ സിംഗ് ആണ്. അപ്പൊ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ, 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്ന നന്ദകിഷോർ സിംഗ് ആണ്. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ISROയുടെ ചെയർമാൻ ആര്? ISROയുടെ ചെയർമാൻ വി നാരായണൻ. അപ്പൊ ISROയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? വി നാരായണൻ. ISROയുടെ ചരിത്രത്തിലെ 11ാമത്തെ ചെയർമാനാണ്. ISROയുടെ ചരിത്രത്തിലെ 11ാമത് ചെയർമാനാണ്. സ്വദേശം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയാണ് കേട്ടോ. കന്യാകുമാരി ജില്ല. അങ്ങനെയെങ്കിൽ DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന DRDOയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് സമീർ വി കാമത്താണ്. അപ്പൊ DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന DRDOയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് സമീർ വി കാമത്ത്. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് വരുന്നു. അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് അജിത് കുമാർ മൊഹന്തിയാണ്. അപ്പോൾ അറ്റോമിക് എനർജി കമ്മീഷൻ അല്ലേ, അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് അജിത് കുമാർ മൊഹന്തിയാണ്. Then the last slide of the session, BCCI, Board of Control for Cricket in India. Board of Control for Cricket in India. Board of Control for Cricket in India എന്നറിയപ്പെടുന്ന BCCIയുടെ നിലവിലത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ അത് മിഥുൻ മൻഹാസ് ആണ്. നിലവിൽ മിഥുൻ മൻഹാസ്. ആര് മാറിയിട്ടാണ്? റോജർ ബിന്നി മാറിയിട്ടാണ് മിഥുൻ മൻഹാസ് വരുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ BCCIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അഥവാ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് മുംബൈ ആണ്. ഓക്കെ. അപ്പൊ BCCIയുടെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് മിഥുൻ മൻഹാസ് ആണ്. നിലവിൽ BCCIയുടെ ആസ്ഥാനം മുംബൈ ആണ്. അങ്ങനെയെങ്കിൽ നിലവിൽ BCCIയുടെ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ദേവജിത്ത് സായിക്കിയ. അപ്പൊ നിലവിൽ BCCIയുടെ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ദേവജിത്ത് സായിക്കിയാണ്. അങ്ങനെയെങ്കിൽ ICCയുടെ ചെയർമാൻ ആര്? ICC മീൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ എന്നറിയപ്പെടുന്ന ICCയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ജയ്ഷായാണ്. അപ്പൊ ICCയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ജയ്ഷായാണ്. അങ്ങനെയെങ്കിൽ ICCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അഥവാ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? ICCയുടെ ആസ്ഥാനം അത് ദുബായിലാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അഥവാ IOA, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലത്തെ പ്രസിഡന്റ് ആര്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന PT ഉഷയാണ് ആ പദവിയിലെത്തുന്ന ആദ്യ വനിത. അപ്പൊ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് PT ഉഷ എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെച്ചേക്കുക. സെറ്റാണ്. അപ്പോൾ ഇതോടുകൂടി പ്രധാനപ്പെട്ട എല്ലാ നിയമനങ്ങളും സംസ്ഥാന തലത്തിലുള്ളതും കേന്ദ്രവുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് നിയമനങ്ങളും നമ്മൾ പറഞ്ഞ് സെറ്റാക്കി അവിടെ വച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ
ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിർബന്ധമായും അല്ലെങ്കിൽ തീർച്ചയായും നമുക്ക് വേണ്ടി എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.